കാലങ്ങളിൽ. റേഡിയോ എന്ന് വെച്ചാൽ ഇല്ലാത്ത വീടില്ല. റേഡിയോ ഉണ്ടെങ്കിൽ ഒരു ഇതായിരുന്നു. ഒരു 80s ഒരു 70s റേഡിയോ ഉണ്ടെന്ന് പറയുന്ന ഒരു ഗമയായിരുന്നു. പിന്നെ 90 ആയപ്പോൾ എല്ലാ വീട്ടിലും റേഡിയോ എന്ന് പറയുന്ന ഒരു ആവശ്യമായി. ഇന്ന് നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടോ? അത് പ്രാചീനത മതി. പക്ഷെ നമുക്ക് ഉപയോഗമുണ്ടോ? മൊബൈൽ അല്ലെ പേജർ എന്നുള്ള കാര്യം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? പേജർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്താ പേജർ ഇന്നില്ല. അത് ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. പേജറിന് സാധനം ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം എന്താ? അതിന്റെ ആവശ്യമില്ല. അതിന്റെ പണിയൊക്കെ മൊബൈൽ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ടെക്നോളജി എടുത്തോളൂ, നമ്മൾക്ക് ഉപയോഗപ്പെടുന്നത് വരെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അതിനെ തൊടില്ല. അത് ഭക്ഷണമായാലും ഏത് വസ്തുവായാലും വ്യക്തിയായാൽ പോലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യ സമൂഹം ഭാരതത്തിൽ ഒരു സംസ്കാരത്തെ സഹസ്രാബ്ദങ്ങളായി കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ചേർത്തു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് ആ സംസ്കാരം മനുഷ്യന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ സംസ്കാരത്തെ ഈ മണ്ണിലുള്ള ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ലോകത്തിൽ ഉയർന്നു വന്ന എത്രയോ സംസ്കാരങ്ങൾ ഉയർന്നു വന്നു, അത് നശിക്കപ്പെട്ടു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ഇതൊന്നും നമുക്കിന്ന് കാണാൻ പറ്റില്ല. മ്യൂസിയത്തിൽ മാത്രം നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് ഭാരതത്തിൽ സനാതന ധർമ്മ സംസ്കാരം എന്ന് പറയുന്നത് ജീവനുറ്റതായിട്ട് നമ്മൾ ഇന്നും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ സനാതന ധർമ്മ സംസ്കാരം എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. കാരണം നമുക്ക് അറിയാമെങ്കിൽ മാത്രം, നമുക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ ആചരിക്കുന്ന ഒരു കാര്യത്തെ മാത്രമേ നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി, സംസ്കാരം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. എങ്ങനെ? എന്തിന്? ഈ ലോകത്തിൽ എത്രയോ കോടി ജീവജാലങ്ങളുണ്ട്. അവർക്കൊക്കെ ഉണ്ടോ ഇത്? നമ്മുടെ ചുറ്റും പട്ടിയും പൂച്ചയും കുതിരയും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഉണ്ടോ സംസ്കാരം? ഉണ്ടോ? അതിനൊക്കെ ഒരു മതം ഉണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ? ജീവജാലങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് മനുഷ്യനൊഴികെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും അവയുടെ ഒരു സഹജ വാസനയ്ക്കനുസരിച്ച് മാത്രമേ ജീവിക്കൂ. അതായത് ഇറ്റ് ഈസ് ഗോട്ട് ഇറ്റ്സ് ഓൺ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സഹജ വാസന. അതിന് അതീതമായിട്ട് അതിന് പോകാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സിംഹം എന്താ കഴിക്കുക? നോൺ വെജ് ആണ്. എപ്പോഴെങ്കിലും സുഖമില്ലെങ്കിൽ അതിന് സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെങ്കിൽ കുറച്ച് പുല്ല് നിന്നും എവിടെയോ നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലാതെ സിംഹം നോൺ വെജിറ്റേറിയൻ ആണ്, മാംസബുക്കാണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ കാലായി എപ്പോഴും ഈ മാനും മുയലും ഒക്കെ കഴിക്കണം. വെയിറ്റും കുറച്ച് കൂടിയിട്ടുണ്ട്, വയസ്സുമായി. ഇനി കുറച്ചു കാലം ഞാനൊന്ന് വെജിറ്റേറിയൻ ആവാം, വേഗനിസം പിടിക്കാം എന്ന് സിംഹം വിചാരിക്കുമോ? വിചാരിക്കില്ല. സഹജ വാസനയ്ക്ക് അനുസരിച്ച് അത് ജീവിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, കുരുവികൾ, പക്ഷികൾ നല്ല ഭംഗിയായിട്ട് കൂട് കൂട്ടും. 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പക്ഷികൾ എങ്ങനെയാണ്, ഒരു അടയ്ക്കാക്കുരുവി ഒരു കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഒരു അടയ്ക്കാക്കുരുവി ഉണ്ടാക്കുന്ന കൂടിന് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നുണ്ടോ? വലിയ വ്യത്യാസം? നിങ്ങൾ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. 1000 വർഷം മുമ്പുണ്ടായ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും എങ്ങനെയാ? വ്യത്യാസമുണ്ട്. അപ്പോൾ മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യനും വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്.
എന്താ വിശേഷ ബുദ്ധി? നമ്മൾ ചിന്തിക്കാൻ സാധിക്കും. മറ്റു ജീവജാലങ്ങൾ ചിന്തിക്കുന്നില്ലേ? പുതുമകളെ തേടി പോവും. പുതുമകളെ തേടി പോവാ മാത്രല്ല, മറ്റു ജീവജാലങ്ങൾക്കും കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പശു ചില ചെടികൾ കഴിക്കില്ല, ചില ഇലകൾ കഴിക്കില്ല. വിഷം അതിന് ശരീരത്തിൽ പിടിക്കാത്ത വിഷ ഇലകൾ കഴിക്കാതെ അത് മാറ്റി അതിന് വേണ്ട പുല്ല് മാത്രം കഴിക്കുന്നുണ്ട്. അതിൻ്റെ നിലയ്ക്ക് ആവശ്യമായ വിവേക ബുദ്ധി ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. അതിനേക്കാളൊരു വ്യത്യാസം പുതുമയെ തേടി പോകുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുന്നേ കാണാത്ത അനുഭവിക്കാത്ത കാര്യങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് അതിനെ സാക്ഷാത്കരിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. നിങ്ങൾ പല ഉദാഹരണങ്ങൾ എടുത്തു നോക്കിക്കോളൂ. പണ്ട് 100 കിലോമീറ്റർ പോകണമെങ്കിലും നമ്മൾ നടന്നു പോയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മൾ ഒന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മനുഷ്യനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഒരു 100 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നോ? 90കളുടെ കാലഘട്ടങ്ങൾ നമുക്ക് എടുത്താം. ഗൾഫിലൊക്കെ എഴുത്തിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ചില മനുഷ്യർ ചിന്തിച്ചു, അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് വീഡിയോ കോളിൽ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് വേണ്ടിയെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റും. എന്താ? താൻ ഇതുവരെ നേരിട്ട് കാണാത്ത അനുഭവിക്കാത്ത കാര്യങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. മനുഷ്യന്റെ വിശേഷ ബുദ്ധിയാണ്. അതുകൊണ്ട് എന്താ ഫലം? എന്താ പ്രശ്നം? എന്തും എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ് അവനെയും മറ്റെല്ലാ ജീവജാലങ്ങളെയും കാരണം അവന് വിശേഷ ബുദ്ധിയുണ്ട്, അവനാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷേ മറിച്ച് എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഉള്ളിലുണ്ടാകുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വാർത്ഥ ബുദ്ധി, സ്വാർത്ഥത, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തിനേയും നശിപ്പിക്കാനും ഇല്ലാതാക്കിയാൽ പോലും എനിക്ക് സന്തോഷം കിട്ടിയാൽ മതി എന്നുള്ള, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബം നന്നായാൽ മതി, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു സ്വാർത്ഥ ബുദ്ധി മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആ സ്വാർത്ഥതയെ മനുഷ്യനിൽ നിന്ന് ഇല്ലാതാക്കാൻ ഒരു സമാജം ഈ പ്രപഞ്ചവുമായി താതാത്മ്യപ്പെട്ട്, ഇപ്പൊ മറ്റുള്ള ഏത് ജീവജാലങ്ങൾ എടുത്തോട്ടെ, ആ ജീവജാലങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി അതിന് താളാത്മകതയോടുകൂടി ജീവിക്കും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് ആ പ്രകൃതി നിയമത്തെ ജയിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ. ഇന്ന് നമ്മളുടെ സമൂഹം നേരിടുന്ന ഏത് പ്രശ്നം എടുത്താലും അതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാർത്ഥ ബുദ്ധിയാണ്. അവിടെയാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിത മൂല്യങ്ങളുടെയും ഒക്കെ പ്രസക്തി എന്ന് പറയും. എന്താണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ? 70ാമത്തെ ദിവസമാണ്. ഇതിനു മുന്നേ വന്ന ആചാര്യന്മാരൊക്കെ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. സനാതന ധർമ്മം എന്നെന്നും നിലനിൽക്കുന്ന, നശിപ്പിക്കാൻ പറ്റാത്തതായ ധർമ്മം. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ? ഈ പ്രപഞ്ചത്തെ, നമ്മൾ കാണുന്ന എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തെ അതായി നിലനിർത്തുന്ന നിയമവ്യവസ്ഥ എന്താണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ പരസ്പരം ഗണ്ണിക്കാതെ ഒരുമിച്ച് പൂരിതങ്ങളായി ഒരുമിച്ച് പരസ്പരം ഗണ്ണിക്കാതെ അതായി നിലനിർത്തുന്നത് എന്താണോ ആ വ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന് പറയും. അപ്പൊ എന്തിനാണ് നമുക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ? പരസ്പരം ഗണ്ണിക്കാതെ പരസ്പരം സഹായിച്ച് സ്നേഹിച്ച്
അവരവരുടെ ധർമ്മം, സഹജമായ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വധർമ്മം എന്താണോ അതിലധിഷ്ഠിതമായി ജീവിച്ച് മുന്നോട്ട് പോവാൻ, ഈ പ്രപഞ്ചവുമായി താളാത്മകതയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോവാൻ. എന്താ കാരണം? ഈ പ്രപഞ്ചം, ഈ ഭൂമി എന്ന് പറയുന്നത്, ഇവിടെ ജീവിക്കാൻ ഒരു മനുഷ്യന് എത്ര അർഹതയുണ്ടോ അതിത്ര തുല്യമായ അർഹത തന്നെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സർവ്വ ചരാചരങ്ങൾക്കുമുണ്ട്. അതൊരു പുഴുവായാലും പൂച്ചയായാലും പട്ടിയായാലും എല്ലാവർക്കും തുല്യ അവകാശം. അപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ മറ്റുള്ളവയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ചൂഷണം ചെയ്യാനോ ശ്രമിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നമുക്ക് ചില മൂല്യങ്ങളെ കൂട്ടുപിടിക്കേണ്ടി വരും. അവിടെയാണ് സനാതന ധർമ്മത്തിന്റെ പ്രസക്തി എന്ന് പറയും. സനാതനധർമ്മം, ഹിന്ദുധർമ്മം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ സമാജത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നും ശരിക്കും നമ്മളുടെ ഇതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആർക്ക് വേണ്ടിക്കലും എന്ത് വേണ്ടിക്കലും ചെയ്യാം. അതാണ് നമ്മളുടെ പ്രശ്നം. അമ്പലത്തിൽ പോണോ പോവാം, പോവാൻ ഇഷ്ടമില്ലേ പോവണ്ട, തിലകം തൊടണോ തൊടാം, തൊടാൻ ഇഷ്ടമില്ലേ തൊടണ്ട, വെജിറ്റേറിയൻ കഴിക്കണോ കഴിക്കാം, നോൺ വെജിറ്റേറിയൻ കഴിക്കണോ കഴിക്കാം. എല്ലാത്തിനും പരമസ്വാതന്ത്ര്യമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും അതിനെ തന്നെയാണ് നമ്മളുടെ സംസ്കാരത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. ഈ സ്വാതന്ത്ര്യമാണ് പ്രശ്നം. മറ്റുള്ളവർക്കൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ പോകണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, മദ്രസയിൽ പോകണം, എല്ലാവർക്കും ചട്ടവട്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് അവർ ജീവിക്കും. നമുക്ക് സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ആര് പറഞ്ഞു നമ്മുടെ ധർമ്മം നമ്മളോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല? നമ്മുടെ ധർമ്മം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, സമൂഹം എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് മറന്നുപോയതോ അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കാത്തതോ അറിഞ്ഞിട്ടും അതിനധിഷ്ഠിതമായി ജീവിക്കാത്തതോ ആണ് നമ്മുടെ പ്രശ്നം. വളരെ ലളിതമായിട്ട് നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. നീ പറയുന്നത് ഓരോ മനുഷ്യനും ജനിച്ചത് 5 ഋണങ്ങളോട് കൂടിയാണ്. ആ 5 നമ്മൾ സാധാരണ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം, അതാ മാന്യത. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് തന്നെ 5 ഋണങ്ങളോട് കൂടി എന്നാ പറയണേ. ആ 5 ഋണങ്ങളെ തിരിച്ചടയ്ക്കണമെങ്കിൽ നമ്മൾ 5 യജ്ഞങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. 5 യജ്ഞങ്ങൾ. അതിനാണ് നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. യജ്ഞം എന്ന് വെച്ചാൽ എന്താ? നിസ്വാർത്ഥമായി ഫലേച്ഛയില്ലാതെ ഒരു ആൾക്കാർ കൂട്ടമായി ചേർന്ന് ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം. ഇതിനു മുന്നേ വന്നവർ പറഞ്ഞോ പഞ്ചമഹായജ്ഞങ്ങൾ? പറഞ്ഞു ഇതിനു മുന്നേ? നമുക്കറിയാം. അപ്പോൾ പഞ്ചമഹായജ്ഞങ്ങളിൽ ആദ്യത്തെ എന്താ? ഋഷിയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം. 5 യജ്ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ വിപുലമായിട്ട് പോകുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? എന്താ? അപ്പൊ നിങ്ങൾ കേട്ടവരല്ലേ? കേട്ടവര് പറയൂ, എന്താണ് ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം? ഋഷിയജ്ഞം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ അറിവ് ആവശ്യമാണ്. അത് ആത്മീയമായ ജ്ഞാനം മാത്രമല്ല, ഭഗവത്ഗീതയും വേദങ്ങളും മാത്രമല്ല, അതും ഉൾപ്പെടെ. ഞാനൊരു കൃഷി ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കൃഷി ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ളതിനൊരു അറിവുണ്ട്. അത് എൻ്റെ മുൻ തലമുറയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ഞാനൊരു ഫിസിക്സ് പഠിക്കുന്നുണ്ട്, ഞാൻ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ തിയറി വെച്ചാണോ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്? അല്ല. ഇതിനു മുമ്പേ എനിക്ക് മുന്നുള്ള ആചാര്യന്മാർ കണ്ടുപിടിച്ച് അവര് എക്സ്പാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച അതിനാസ്പദമാക്കി ചിലപ്പോൾ ഞാൻ പുതിയത് കണ്ടുപിടിക്കാം. പക്ഷെ ഓൾറെഡി ഒരു അറിവുണ്ട്.
അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുടെ മുൻ തലമുറയിലെ ആളുകൾ ചേർന്ന് ചിന്തിച്ച് അവര് സ്വരുക്കൂട്ടി അടുത്ത തലമുറയിലേക്ക് പകർന്ന് ആ ജ്ഞാനത്തിന് ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ലഭിച്ച ജ്ഞാനം, ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ അധിഷ്ഠിതമായി ജീവിച്ച്, അതാണ് ഞാനൊരു കാര്യം അറിഞ്ഞാൽ ആ ജ്ഞാനത്തിന് അധിഷ്ഠിതമായി ജീവിച്ച് അതിൽ നിന്ന് പ്രയോജനപ്പെട്ടുകൊണ്ട് അതെൻ്റെ അടുത്ത തലമുറയിലേക്ക് ഞാൻ പകർന്നു കൊടുക്കണം. അതാണ് ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലരും അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്ന് പല ജ്ഞാനശാഖകളും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മെഡിക്കൽ സയൻസിലെ മരുന്നുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എന്താ? ആ ജ്ഞാനം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടില്ല. അടുത്തത് ദേവയജ്ഞം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു നമ്മൾക്കെല്ലാം അതീതമായ ഒരു ശക്തിയുടെ കടാക്ഷം കൊണ്ടാണ്. ഞാൻ ഇന്നിവിടെ ജനിച്ചു. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ട ഭക്ഷണവും എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ഇവിടെ ഉണ്ട്. എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അവർക്ക് മുന്നേയും എനിക്കിവിടെ ജീവിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാരാ ഉണ്ടാക്കിയത്? എനിക്ക് അതീതമായ ഒരു ശക്തിയുടെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃതജ്ഞത നമുക്ക് ഓരോരുത്തർക്കും എല്ലാ കാലത്തും വേണം. കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക? കൃതജ്ഞത എങ്ങനെ പ്രകടിപ്പിക്കും? ഒരു ചോദ്യമാണ്. എങ്ങനെ നമ്മൾ നമ്മുടെ കൃതജ്ഞത പ്രകടിപ്പിക്കും? നമുക്ക് ശുദ്ധവെള്ളം കിട്ടുന്നുണ്ടോ? അതിനൊരു നന്ദി വേണ്ടേ? അതിന്റെ കൃതജ്ഞത നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കും? വെള്ളം ആവശ്യത്തിന് മാത്രം മിതമായി ഉപയോഗിച്ച് നദി, നമ്മൾക്ക് ചുറ്റുമുള്ള വെള്ളത്തിന്റെ സംഭരണ ഒന്നിനെയും മലിനപ്പെടുത്താതെ അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. വായു, പ്രകൃതി, വനം, ഇതെല്ലാം നമുക്ക് കിട്ടിയ വിഭവങ്ങളാണെങ്കിൽ അതിന്റെ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് അതിനെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് മരത്തെ ആരാധിക്കാൻ പറഞ്ഞു പഠിപ്പിച്ച, എല്ലാത്തിലെയും പവിത്രത കണ്ടുകൊണ്ട് പവിത്രതയെ കാണാൻ പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടേത്. എല്ലാത്തിലും സർവം കൽവിതം ബ്രഹ്മ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ സർവ ചരാചരങ്ങളിലും ആ ഈശ്വരീയത സ്ഫുരിക്കുന്നുണ്ട്. അപ്പോൾ മരത്തെ ആരാധിക്കാൻ പഠിച്ച, മരത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മളെ കണ്ടിട്ട് പാശ്ചാത്യർ പറഞ്ഞു, മണ്ടന്മാരെ, അന്ധവിശ്വാസം, മരത്തെ ആരാധിക്കണം. അത് അന്ധവിശ്വാസമാണ്. നമ്മളും വിശ്വസിച്ച് എപ്പോഴാണോ അതിനെ നമ്മൾ തള്ളിയത് അന്നാണ് വനനശീകരണം. ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് പൂജ ചെയ്യണം, പൂജ ചെയ്ത് അതിൻ്റെ അനുവാദം വാങ്ങണമെന്ന് പഠിപ്പിച്ചത്. ഒരു മരം മുറിച്ചാൽ 7 മരം നടണമെന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ സംസ്കാരം. പക്ഷേ അത് വിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്ക് പൈസ കിട്ടുമെങ്കിൽ എത്ര മരം മേടിക്കണം ഞാൻ മുറിക്കും, അതിന് കയ്യും കണക്കും ഇല്ല എന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗ്ലോബൽ വാർമിങ്ങും വനനശീകരണവും ഡീഫോറസ്റ്റേഷനും എല്ലാം വരാൻ തുടങ്ങിയത്. നദിയെ അമ്മയായി കണ്ടതാ. എല്ലാ നദികളെയും അമ്മയായിട്ടാണ് നമ്മൾ ആരാധിച്ചിരുന്നത്. അത് ഭാരതപ്പുഴയായാലും കാവേരി ആയാലും ഗംഗയായാലും ഗോദാവരി ആയാലും. ചിലർ പറഞ്ഞു നദിയൊക്കെ ആരാധിക്കുന്നത് അന്ധവിശ്വാസമാണ്. നദിയെ അമ്മയായി കണ്ട് ആരാധിച്ചിരുന്നവരെ നമ്മൾ ഒരിക്കലും നദിയെ മലിനപ്പെടുത്തിയിരുന്നില്ല. മലവിസർജനം പോലും നദിയിൽ ചെയ്യാത്തൊരു സമൂഹമായിരുന്നു നമ്മളുടേത്. അങ്ങനെയുള്ള സമൂഹം നദിയെ അമ്മയായി കാണുന്നതിനെ എപ്പോഴാണോ കൈവിടാൻ തുടങ്ങിയത് അന്നു മുതലാണ് നമ്മളുടെ നദികൾ മലിനമായി തുടങ്ങിയത്. ഇന്ന് ഗംഗ, നമ്മളുടെ പുണ്യ നദിയെ ശുദ്ധീകരിക്കാൻ കോടികൾ വേണ്ടി വരും നമുക്ക്. കാരണം എന്താ? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ആ ആരാധന. അമ്മയായി, നദിയെ അമ്മയായി കണ്ട് ആരാധിച്ചു വരുന്ന അത് നമ്മൾ കൈവിട്ടു. ഇങ്ങനെ ഓരോന്നെടുത്താണെങ്കിലും അതേപോലെ ഭൂതയജ്ഞം, നൃയജ്ഞം. നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നമ്മളുടെ പ്ലേറ്റിലുള്ള നമ്മളുടെ ആ ഇതിൽ വരുന്ന ഒരു അരിമണി പോലും എത്രയോ ആളുകളുടെ പരിശ്രമ ഫലമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ അതിന് എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ
അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കേണ്ടത് ഔദാര്യം എന്നല്ല നമ്മളുടെ ധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സഹമനുഷ്യരെ സഹായിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്, കർത്തവ്യമാണ്, അല്ലാതെ ഔദാര്യമൊന്നുമല്ല. ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ചു. ഇത് എന്നൊക്കെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയോ? നമ്മളുടെ ധർമ്മത്തിൽ, നമ്മുടെ സംസ്കാരം നിത്യ കർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, നിഷിദ്ധ കർമ്മം. ഇതിൽ നിത്യകർമ്മത്തിൽ വരുന്നതാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. ഈ പഞ്ചമഹായജ്ഞം എല്ലാ ദിവസവും ചെയ്തുകൊണ്ട് നമ്മളുടെ സമൂഹം മുന്നോട്ട് പോയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? പക്ഷേ നമ്മൾ അറിഞ്ഞില്ല, പലരും നമ്മൾ ഇത് പഠിച്ചില്ല, ചിലവർ അറിഞ്ഞിട്ടും അത് അനുസരിച്ച് ജീവിച്ചില്ല. അവിടെയാണ് നമ്മുടെ സമൂഹം. നമ്മുടെ സനാതനധർമ്മം പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിനും സനാതന അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, പാശ്ചാത്യ സംസ്കാരം എപ്പോഴും ആദ്യം ഉയർന്നത് എൻ്റെ അവകാശത്തിലാണ്. നിങ്ങൾ എടുത്തോളൂ, പാശ്ചാത്യ വെസ്റ്റേൺ കൺട്രീസിൽ ഏതൊരു റവല്യൂഷൻ, വിപ്ലവം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ആ വിപ്ലവം അവകാശത്തെ ചൊല്ലിയുള്ളതായിരിക്കും. ഇത് എൻ്റെ അവകാശമാണ്, എനിക്ക് കിട്ടേണ്ടതുപോലെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ മനുഷ്യർക്കും ആ അവകാശം കിട്ടണം, അതിനുവേണ്ടി ഞങ്ങൾ പോരാടും എന്ന തരത്തിലായിരിക്കും വിപ്ലവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമ്മുടെ ഭാരതീയ സംസ്കാരം അവകാശത്തെ ചോദിക്കാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഗുരു പരമ്പര നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നീ നിന്റെ ധർമ്മം ചെയ്യുക എന്നുള്ളത്. നിന്റെ ധർമ്മം ചെയ്യുക. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേ ദുർഭൂഹു മാതേ സങ്കോസ്തു കർമ്മണി. നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരം. അതിനർത്ഥം എന്താ? പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. എന്താ? അടിമത്തത്തെയാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എന്താ? നീ പണി ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, നിന്റെ കൂലിയെ കുറിച്ച് ചോദിക്കരുത്. അതാണോ ഭഗവത്ഗീത പറയുന്നത്? നമുക്ക് അർത്ഥം മനസ്സിലാക്കിയില്ല, നമ്മൾ പഠിച്ചില്ല. വേറൊരാൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ സംസ്കാരം, നമ്മുടെ ഗുരു പരമ്പര നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നീ നിന്റെ ധർമ്മം ചെയ്യൂ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ത്യജിച്ച് നമ്മളെല്ലാം വിട്ട് ജീവിക്കാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് അടിമത്തത്തിൽ ജീവിക്കണം എന്നാണോ? ഒരിക്കലുമല്ല. ഒരു സമാജം, ഒരു സമൂഹം, ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിലുള്ള എല്ലാ വ്യക്തികളും അവൻ്റെ ധർമ്മത്തെ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ സമാജത്തിൽ, ആ രാഷ്ട്രത്തിലുള്ള എല്ലാവർക്കും അവരവരുടെ അവകാശം സ്വാഭാവികമായിട്ടും കിട്ടും. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങളെ, ധർമ്മത്തെ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ സ്വാഭാവികമായിട്ടും കിട്ടും. അതിനാരും വിപ്ലവം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു സമാജം എന്ന നിലയിൽ ശാന്തിയും സമാധാനത്തോടു കൂടിയും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ലളിതമായ കാര്യം എന്ന് വെച്ചാൽ, ഓരോ വ്യക്തി അവർ ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് മാത്രം അറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ്. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ സാധിക്കാത്തതാണ് പലപ്പോഴും നമ്മളുടെ പ്രശ്നം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരി അവൻ്റെ ധർമ്മം, അവൻ ചെയ്യേണ്ട ധർമ്മം, ചെയ്യേണ്ട കാര്യങ്ങളെ, കർത്തവ്യങ്ങളെ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയിരിക്കും. അവിടെ പിഴയ്ക്കുമ്പോഴാണ് നമ്മുടെ സമാജത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ധർമ്മം ചെയ്യണം. നമ്മുടെ ഇതിൽ ഉപനിഷത്തിൽ പറയുന്നത് സത്യം വധ ധർമ്മം ചര. നമ്മളുടെ ധർമ്മത്തെ നമ്മൾ ആചരിക്കണം, ആചരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താ എൻ്റെ ധർമ്മം? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഞാൻ എങ്ങനെ എൻ്റെ ധർമ്മത്തെ, ഞാൻ എല്ലാ കർമ്മങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ ധർമ്മത്തെ അറിയും? ഭഗവത്ഗീത പറയുന്നത് എന്താ? സ്വധർമ്മം മാത്രമേ നീ ചെയ്യൂ. നീ സ്വധർമ്മം ചെയ്യണം. പരധർമ്മമാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നിനക്ക് നാശത്തിലേക്കായിരിക്കും. പരധർമ്മം ഭയാവഹം.
ഗീത പറയുന്നുണ്ട്, ശരി ഞാൻ എൻ്റെ ധർമ്മം ചെയ്യാം. പക്ഷെ എന്താ എൻ്റെ ധർമ്മം? എങ്ങനെ നമ്മളത് നിശ്ചയിക്കും? ചിന്തിക്കേണ്ടതാണ്. ഞാൻ എങ്ങനെ, എന്താണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ നിശ്ചയിക്കും. എങ്ങനെ എൻ്റെ സ്വധർമ്മം എന്താണെന്ന് ഞാൻ നിശ്ചയിക്കും എന്ന് ചിന്തിക്കാനുള്ള ചില ഘടകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ ഞാൻ എൻ്റെ ധർമ്മം നിശ്ചയിക്കും? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഏത് ആശ്രമ വ്യവസ്ഥയിലാണുള്ളത്? നമ്മളുടെ സംസ്കാരം വളരെ മനോഹരമായിട്ട് ജീവിതത്തിന്റെ ഓരോ ഭാഗത്തെയും അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്തു തന്നിട്ടുണ്ട്. ആശ്രമ വ്യവസ്ഥകൾ എന്തൊക്കെയാ? ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം. ഞാൻ ഏത് ആശ്രമത്തിലാണ്? ഞാൻ ബ്രഹ്മചര്യ ആശ്രമത്തിലാണെങ്കിൽ ഒരു ബ്രഹ്മചാരി ആശ്രമത്തിലെ ഏറ്റവും മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. പ്രഥമ കർത്തവ്യം, പ്രഥമ കർമ്മം, പ്രഥമ ധർമ്മം എന്ന് പറയുന്നത്, പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി, ഞാൻ ബ്രഹ്മചര്യ ആശ്രമത്തിലാണ്, അപ്പൊ എന്തായിരിക്കണം എൻ്റെ ധർമ്മം? ഏറ്റവും ആദ്യത്തെ ധർമ്മം പഠിക്കുക എന്നുള്ള. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധർമ്മം പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ളവയൊക്കെ ഗൗണമാണ്, സെക്കൻഡറിയാണ്. ഒരു ഘടകമാണ് എങ്ങനെ ഞാൻ എൻ്റെ സ്വധർമ്മത്തെ നിശ്ചയിക്കും. ഒന്ന്, ഞാൻ ഏത് ആശ്രമ വ്യവസ്ഥയിലാണെന്ന് ചിന്തിക്കും. രണ്ട്, ഞാൻ ഏത് വർണ്ണത്തിലാണ്? ഭഗവാൻ പറയുന്നത്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശ. പലരും ഇതൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണ്. വർണ്ണവ്യവസ്ഥ മോശമാണ്, മനുഷ്യന്മാരെ കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലുമല്ല. ഇത് ഇന്ത്യയിൽ, ഭാരതത്തിലുള്ള, ലോകത്തിൽ ഏത് സമൂഹത്തെ നിങ്ങൾ എടുത്താലും ആ സമൂഹം ഈ നാല് വർണ്ണങ്ങളിൽ ഉൾപ്പെടും. ഒരു സമൂഹത്തിൽ ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരും പോളിസി മേക്കേഴ്സും എല്ലാം ഉണ്ടാവണം. അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. രണ്ടാമത്, പോളിസി മേക്ക് ആൾക്കാർ നിയമങ്ങളൊക്കെ ഉണ്ടാക്കും. ആ നിയമങ്ങളെ നടപ്പിലാക്കാൻ ആളുകൾ വേണം, ഭരണകർത്താക്കൾ വേണം, പോലീസുകാർ വേണം, പട്ടാളക്കാർ വേണം. അവരെയാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത്. നിയമം ഉണ്ട്, അത് ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട്, അതിന് സമ്പത്ത് വേണം, വിഭവങ്ങൾ വേണം. അതാരുണ്ടാക്കുക? അവനെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പണിയെടുക്കാൻ ആളുകൾ വേണം. അവരെയാണ് നമ്മൾ ശൂദ്രൻ എന്ന് പറയുന്നത്. ശൂദ്രൻ എന്ന് വെച്ചാൽ അധമെന്നല്ല അർത്ഥം, മറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല, പക്ഷെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവൻ ചെയ്യും. നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ എടുത്താൽ ഈ 3-4 ഘടകത്തിലുള്ള ആൾക്കാരുണ്ടാവും. ചില ആളുകളുണ്ട്, അവനാണ് ഏറ്റവും ലീഡ് ചെയ്യുക. ഏത് കാര്യം എടുത്താലും ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും ആരെങ്കിലും 1-2 ആൾക്കാർ മുന്നോട്ട് വന്നത് ചെയ്തു തീർക്കും. അവരാണ് ക്ഷത്രിയർ. ചിലവരുണ്ട്, നിങ്ങൾ എന്ത് സംസാരിച്ചാൽ അവർ സംസാരിക്കുന്ന നമ്പറിൽ മാത്രമേ സംസാരിക്കുള്ളൂ. യാത്ര ആണ്, ഇത്ര ഭക്ഷണത്തിന് ഇത്ര, അവർക്ക് നമ്പറിൽ ചിന്തിക്കാൻ പറ്റില്ല. ചിലവര് നിങ്ങൾ ഉന്തി തള്ളി കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പണിയെടുക്കില്ല, യാത്രയ്ക്ക് പറ്റില്ല. അപ്പോൾ നമ്മളുടെ സ്വധർമ്മം നിശ്ചയിക്കുമ്പോൾ, ഒന്ന്, നമ്മുടെ ഏത് ആശ്രമ വ്യവസ്ഥയിലാണ്, നമ്മൾ ഏത് വർണ്ണത്തിൽ. അടുത്തത്, ഈ വർണ്ണ വ്യവസ്ഥ എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? ത്രിഗുണങ്ങൾക്ക് ആസ്പദമാക്കിയാണ്. സത്വ, രജോ, തമോ ഗുണങ്ങൾക്ക് ആസ്പദമാക്കിയാണ്. സത്വഗുണ പ്രധാനിയാണെങ്കിൽ ബ്രാഹ്മണനാവും. ഇതൊന്നും ജന്മം കൊണ്ടല്ല. ഒരിക്കലും ഞാനൊരു ബ്രാഹ്മണന് ജനിച്ചതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാവും എന്ന് പറയും നമ്മുടെ ശാസ്ത്രം അത് അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ സർട്ടിഫിക്കറ്റും സോഷ്യൽ സ്റ്റേറ്റസും അല്ലെങ്കിൽ റിസർവേഷനും ഒക്കെ നമുക്കത് അംഗീകരിക്കുമായിരിക്കും. നമ്മുടെ ശാസ്ത്രം അത് അംഗീകരിക്കുന്നില്ല. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് വരുന്ന ഭക്തർ തരുന്ന ദക്ഷിണ മാത്രമാണെങ്കിൽ വൈശ്യനാവുന്നുള്ളൂ. എൻ്റെ ചിന്ത ഭഗവാനിലും ഭഗവാനിൽ അർപ്പിക്കുന്ന ആ കർമ്മത്തിൽ ഞാൻ ചെയ്യുന്ന പൂജയിലും ആണെങ്കിൽ മാത്രമാണ് ഞാൻ ബ്രാഹ്മണനാവുന്നത്. അപ്പോൾ ഞാൻ ഏത് വർണ്ണത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ ചെയ്യുന്ന കർമ്മവും എൻ്റെ ഗുണവുമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആദ്യം ആശ്രമ വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ, ഗുണങ്ങൾക്കനുസൃതമായിട്ട്. ഇതൊക്കെ ഇനിയും വേണമെങ്കിൽ എത്രയോ നേരം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം 4ാമത്തെ കാര്യം, പ്രാപഞ്ചിക മൂല്യങ്ങൾക്ക് അനുസൃതമായിരിക്കണം. സത്യം, കരുണ,
എല്ലാവരും നമ്മളോട് സത്യസന്ധമായിരിക്കണം. ഞാൻ സ്റ്റേഷനറി, ഇപ്പോൾ ഞാൻ സാധനം വാങ്ങുന്ന സ്റ്റേഷനറി കടക്കാരൻ എന്നോട് സത്യസന്ധമായിരിക്കണം വേണോ? എൻ്റെ വീട് കെട്ടുന്ന എഞ്ചിനീയർ സത്യസന്ധമായിട്ട് എന്നോട് പെരുമാറണോ? ഇല്ല. നമ്മൾ എന്തൊക്കെ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടോ, പ്രതീക്ഷ, ആ മൂല്യത്തിന് അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കണം. വേറൊന്നുണ്ട്, നമുക്കുള്ളിൽ നമ്മുടെ പാഷൻ അനുസരിച്ച്, നമുക്ക് പാഷൻ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അഭിനിവേശം ഉണ്ടാവും. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും അവർ പ്രൊഫഷനായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് പാടും. ആ പാടുന്നത് തന്നെ അവർക്കൊരു സന്തോഷം. ഒന്നും പ്രതിഫലമായി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഉള്ളിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കാര്യത്തോടുള്ള, അത് കലയായിരിക്കാം, നൃത്തമായിരിക്കാം, സയൻസ് ആയിരിക്കാം, അതിനാസ്പദമാക്കിയിട്ട് നമ്മുടെ ധർമ്മത്തെ നമുക്ക്, അതിലെല്ലാം ഉപരി അവസാനത്തെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കൺസേൺസ്, നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അത് നമ്മളോട് പറയും നമ്മുടെ മനസ്സായിരിക്കും. ചെയ്യുന്നത് തെറ്റാണ്. നമ്മളുടെ മനസ്സ് ചഞ്ചലമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് പറയും ചെയ്യരുത്, അത് തെറ്റാണ്. അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. അവസാനമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഭൂരിഭാഗം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്വധർമ്മം എന്താണ് എന്ന് ഞാൻ നിശ്ചയിക്കുമ്പോൾ ഈ ഘടകങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം എൻ്റെ സ്വധർമ്മം നിശ്ചയിക്കാൻ. ഈ എല്ലാം ഉണ്ട്, 1 മുതൽ 5 വരെ ഉള്ളതുണ്ട്. പക്ഷെ എനിക്ക് മാത്രം അതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ, ബാക്കി എല്ലാവർക്കും ഉപദ്രവമാണ് എങ്കിൽ ചെയ്യാൻ പാടില്ല. എല്ലാം ശരിയാണ്, പക്ഷെ പ്രാപഞ്ചിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടല്ല, ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും എൻ്റെ ധർമ്മം, എൻ്റെ സ്വധർമ്മം എന്താണെന്ന് ചിന്തിച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ച് ദൃഢമായി ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി അതിനെ ചെയ്യുവാൻ നമ്മൾ തുടങ്ങിയാൽ ഒരു സമൂഹം എന്ന നിലയിൽ സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ സനാതന ധർമ്മത്തിൻ്റെ ഈ സാങ്കേതിക യുഗത്തിലും പ്രസക്തി എന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കലും സാങ്കേതിക വിദ്യ നമ്മൾക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരില്ല. അങ്ങനെ ഗുരുദേവന്റെ പൂജ്യ സ്വാമി ചിന്മയാനന്ദ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ ആ കൊട്ടേഷൻ ഇങ്ങനെയാണ് പോവാ: ദ ട്രാജഡി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഡിക്രീസിങ് ഹാപ്പിനെസ് അമിഡ്സ്റ്റ് ഓഫ് ഇൻക്രീസിങ് കംഫർട്ട് എന്നാണ്. നമ്മൾ പണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ പരസ്പരം അറിയാൻ, ആശയവിനിമയം നടത്തണമെങ്കിൽ കത്തുകൾ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ എന്താ പറയുക, ലൈഫ് ഏറ്റവും ഈസി. പല തരത്തിലും സാങ്കേതിക വിദ്യ ഉയർന്നു വന്നു. അപ്പോൾ 100 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി സന്തോഷം ഇന്ന് നമുക്ക് കിട്ടണമായിരുന്നു. ആശയവിനിമയം പണ്ട് കഷ്ടപ്പെട്ട് ഒരു കത്തയച്ചാൽ ചിലപ്പോൾ 20 ദിവസം, 30 ദിവസം, 40 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് നമ്മളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ശരിയായ ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചോദ്യമാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ കൊണ്ടൊന്നും നമുക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു സമാജം എന്ന നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ധർമ്മം ആവശ്യം. അവിടെയാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രസക്തി. ഈ പ്രാപഞ്ചികമായ മൂല്യങ്ങളെയാണ് സനാതന ധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഭാരതീയർക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, ഓരോ മനുഷ്യനും ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ സനാതന ധർമ്മത്തിലെ ഓരോ മൂല്യങ്ങൾ എടുത്താലും, ഓരോ സമ്പ്രദായം എടുത്താലും അതെല്ലാം പ്രാപഞ്ചികമാണ്. എല്ലാ ജനങ്ങൾക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതുമൂലം അവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ വിശ്വഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മുടെ സനാതന ധർമ്മത്തെ അറിയാനും അതിനധിഷ്ഠിതമായി ജീവിക്കാനും
അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് പ്രൗഢിയോടുകൂടി പറയുവാനുള്ള ഒരു ആർജവും അതെല്ലാം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷിയും നമുക്കുണ്ടാവട്ടെ എന്ന് ഭഗവാനോടും എൻ്റെ ഗുരു പരമ്പരയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനകളെ അവരുടെ കാലുകളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ നിർത്തുകയാണ്. പൂർണ്ണമന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ